ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ നമ്മുടെ അഭിരാമി സുരേഷ്, അമുദ സുരേഷ് ഇവരുടെ സോഷ്യൽ മീഡിയ ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന നമ്മുടെ ഉപ്പു എലേന എന്ന് പറയുന്ന പെൺകുട്ടി ഷിയോസ് എന്നാണ് പുള്ളിക്കാരി എഴുതിയേക്കുന്നത്. അപ്പം പുള്ളിക്കാരി കുറേ കാര്യങ്ങൾ ബാലയെ പറ്റി പറയുന്നുണ്ട്, അത് നമുക്ക് കേൾക്കാം. ഇതിനകത്ത് തന്നെ കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവർ PR-നെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അത് കറക്റ്റായിട്ടുള്ള കാര്യം നമ്മളെ കോണ്ടാക്ട് ചെയ്തതും ഒക്കെ വെച്ച് നോക്കാൻ നേരത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കേണ്ടത്. എന്തായാലും നമുക്ക് സംഭവം ഒന്ന് കേട്ടു നോക്കാം അല്ലേ? ഒരു അനിയത്തി എന്നുള്ള നിലയിൽ നമ്മൾ കൂടെ ഉള്ള ഒരാളാണ്. അവർ വീഡിയോസ് കാര്യങ്ങളാണ്, അവർ സോഷ്യൽ മീഡിയ ആണെങ്കിലും ഹാൻഡിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അവരുടെ പേരിൽ വരുന്ന ആരോപണങ്ങളും പ്രശ്നങ്ങളും എല്ലാവരും കാണുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സാപ്പുവിൻ്റെ ഒരു വീഡിയോ ഇറങ്ങിയതിന് ശേഷം ഞാൻ വിറ്റ്നസ് ആയിട്ടുണ്ട്, ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള കാര്യങ്ങളും എല്ലാം ക്ലിയർ ആയിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇങ്ങനൊരു രണ്ടാമതൊരു വീഡിയോ ചെയ്യുമെന്നോ ചെയ്യേണ്ടി വരുമെന്നൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഇങ്ങനെ ഞാനൊരു വീഡിയോ ചെയ്യാനായിട്ടുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇവരുടെ ആളായിട്ടോ അവർക്ക് വേണ്ടി സംസാരിക്കാനായിട്ടൊന്നും അല്ല ഞാൻ വന്നത്. ഒരു പെൺകുട്ടി എന്നുള്ള നിലയിൽ, അതായത് ഞാൻ എന്നോട് കാണിക്കുന്ന ഒരു നീതി എന്നാണ് ഞാൻ ഇതിനെ കാണുന്നത്. കാരണം ഞാൻ അറിഞ്ഞ കുറച്ച് വിവരങ്ങൾ, അല്ലെങ്കിൽ ഞാൻ കേട്ട കുറച്ച് വിവരങ്ങൾ എനിക്ക് ഇതുവരെയായിട്ട് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു മനുഷ്യൻ ഇങ്ങനെ ആവാൻ പറ്റുമോ, ഇങ്ങനെ ബിഹേവ് ചെയ്യാൻ പറ്റുമോ എനിക്കറിയത്തില്ല. അതിൽ എനിക്ക് എത്രത്തോളം ഓപ്പണായിട്ട് പറയാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇതിൽ എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിൽ എന്തെങ്കിലും ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള തെളിവോ കാര്യങ്ങളും ഞാൻ നിങ്ങളെ നേരിട്ട് കാണിച്ചത്. അതിൻ്റെ എല്ലാ എവിഡൻസും എല്ലാ കാര്യങ്ങളും കൈവച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ പറയുന്ന ബാല എന്ന് പറയുന്ന വ്യക്തിക്കെതിരെയായിട്ട് ആരും സംസാരിക്കില്ല. കാരണം അയാളെ പേടിയാണ്. കാരണം അവരെ അറിയാവുന്ന അയാളുടെ ഭാര്യയായിട്ട് ജീവിച്ചിരിക്കുന്ന ആരും അയാളെ പറ്റി സംസാരിക്കത്തില്ല. കാരണം അത്രയ്ക്കും ക്രൂരനായിട്ടുള്ള ഒരു മനുഷ്യനാണ് അയാൾ. നിങ്ങൾ കാണുന്ന പോലെ സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിക്കുന്ന പോലെ മകളെ സ്നേഹിക്കുന്ന ഒരു അച്ഛനോ ഭാര്യയെ ജീവനതുല്യം സ്നേഹിക്കുന്ന ഒരു ഭർത്താവൊന്നും അല്ല അയാൾ ഒരു ഒന്നാം തരം നടനാണ് മീഡിയയുടെ മുന്നിൽ. അതെനിക്ക് പറയാതിരിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. കാരണം ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഇപ്പോൾ കേസ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അമൃത ചേച്ചി ഈ പറയുന്ന ബാലയുടെ മുമ്പ് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന എലിസബത്ത് എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് സംസാരിക്കുന്ന ഫോൺ കോൾ ഞാൻ കേൾക്കാനിടയായി. കാരണം ഞാൻ അവരോടുള്ള ഞാൻ കേട്ടത്, പിന്നെ കേസ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവരോട് ഞാൻ എപ്പോഴും ഉണ്ട്. കാരണം നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഇയാൾ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുമോ. ഇയാളെ കയ്യിൽ തോക്കൊക്കെ ഉണ്ട്. ഇതിന് മുമ്പ് ഒരു ഇൻസിഡന്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ചേച്ചിയുടെ വീട്ടിൽ ഇയാൾ വടിവാളുമായിട്ട് വന്ന് വെട്ടാനൊക്കെ വന്നൊരു ഇൻസിഡന്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് പേടിയാണ്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു ഫോൺ കോൾ ഉണ്ടായത്. ആ ഫോൺ കോളിൽ പറയുന്ന ചില കാര്യങ്ങൾ ഞാൻ കേട്ടപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. അതായത് ഒരു മനുഷ്യന് ഇങ്ങനെ ബിഹേവ് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ആവാൻ പറ്റും. ഞാൻ ഒരിക്കലും ഇയാളെ പറ്റി എനിക്കറിയാം. കാരണം അമൃതേച്ചി അനുഭവിച്ച കാര്യങ്ങളും അവരുടെ ഡോക്യുമെന്റ്സും അതിനകത്ത് പുള്ളിക്കാരി ഫേസ് ചെയ്തിട്ടുള്ള പീഡനങ്ങളെ പറ്റിയൊക്കെ ഞാൻ വായിച്ച ഒരാളാണ്. ഞാൻ വിറ്റ്നസ്സാണ്. അപ്പോൾ അതിനെപ്പറ്റി നമുക്കറിയാം. പക്ഷേ അതിനേക്കാളും കുറച്ചും കൂടെ ഭയങ്കര ബാഡായിട്ടാണ് ഞാൻ അയാളെ പറ്റിയുള്ള സംസാരം ഞാൻ കേട്ടത്. അവർ തമ്മിൽ എനിക്ക്, അതായത് സ്വന്തം നമുക്ക് ഇത്രയും ബാഡായിട്ട് ജീവിക്കാൻ പറ്റും എനിക്കറിയത്തില്ല. കേരളത്തിലെ എല്ലാവരും നമ്മുടെ ഇമോഷൻസ് വെച്ച് ഈ പുള്ളി ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അയാൾ കുഞ്ഞിനെ സ്നേഹിക്കുന്ന ഒരു അച്ഛനോ ഭാര്യയെ സ്നേഹിച്ചിട്ടുള്ള ഒരു നല്ല ഭർത്താവോ അല്ല. അമൃത ചേച്ചി അനുഭവിച്ച കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് നല്ല വ്യക്തമായിട്ട് അറിയാം. അമൃത ചേച്ചി മാത്രമല്ല, എലിസബത്ത് എന്ന് പറയുന്ന അയാളുടെ പുള്ളിക്കാരി ലീഗലി പുള്ളിയുടെ ഭാര്യയല്ല. ഫസ്റ്റ് ഓഫ് ഓൾ പുള്ളിക്കാരൻ്റെ ലീഗലി ഉള്ള ഭാര്യയല്ല. പുള്ളിക്കാരൻ എവിടുന്ന് ഒരു കാലം എന്തോ കെട്ടിയതിന് ശേഷം 6 മാസം കഴിഞ്ഞിട്ട് പുള്ളി മറ്റേ റിസപ്ഷൻ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അത് വേറെ സത്യം. ഇയാളുടെ ക്രൂരതകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ പറയാം. അതായത് ഇത് എത്ര പേര് വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല. എത്ര പേര് എന്നെ എന്താ പറയുക, ഇപ്പൊ ഇതിനെ ഓപ്പോസിറ്റ് ആയിട്ടും പറയുന്നവരുണ്ടാവും, എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നവരുണ്ടാവും. നിങ്ങൾ എന്നെ ബാഡ് പറയുന്നതിന് മുമ്പ് നിങ്ങൾ ഒറ്റ കാര്യം നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളുടെ വീട്ടിലെ ഒരാൾക്ക് ഈ അവസ്ഥ വന്നാൽ നിങ്ങൾ ഇതേപോലെ ബിഹേവ് ചെയ്യൂ. നിങ്ങൾ ഞാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ പറ. അതിനുശേഷം നിങ്ങൾക്ക് തീരുമാനിക്കാം. കാരണം എനിക്കറിയത്തില്ല, ഇത് ഞാൻ വിഷയത്തിലേക്ക് വരാം. ഞാൻ കാര്യം പറയാം. അതായത് അമൃതേച്ചിയുടെ കല്യാണം കഴിഞ്ഞതിന് തൊട്ടുള്ള കാര്യം ഞാൻ പറയാം. അമൃതേച്ചി ഏത് പ്രായത്തിലാണ് പുള്ളിയെ കല്യാണം കഴിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. വളരെ ചെറിയ പ്രായത്തിലാണ് വിവാഹം കഴിക്കുന്നത്. പ്രണയ വിവാഹമായിരുന്നു. അപ്പോൾ ആ ഒരു പ്രായത്തിൽ ഒരു പെൺകുട്ടി ഒരു പ്രണയ വിവാഹത്തിലേക്ക് കിടക്കുമ്പോൾ എന്തോ ഒരു സ്വപ്നങ്ങളും മോഹങ്ങളുമായിട്ടായിരിക്കും അതിലേക്ക് പോകുന്നത്. ആ പ്രതീക്ഷകളെല്ലാം നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമായിരുന്നു പുള്ളിക്കാരിക്ക് ആ വീട്ടിൽ കിട്ടിയത്. കല്യാണം കഴിച്ച് കാലെടുത്ത് വെച്ചപ്പോ തന്നെ പുള്ളി ആദ്യം ചെയ്യുന്നത് പുള്ളിക്കാരുടെ ഫോൺ ഇല്ലാതാക്കുക, വീട്ടുകാരുമായിട്ടുള്ള എല്ലാ കോണ്ടാക്റ്റും കട്ട് ചെയ്യുക. അതിനുശേഷം പുള്ളി ചെയ്തത്
പുള്ളിയുടെ മദ്യപാനവും പുള്ളിക്കാരന്റെ കുറെ കൂട്ടുകാരുണ്ട്, എല്ലാവരെയും കള്ളുടിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വിളിച്ചു വരുത്തി പാതിരാത്രി ഇവർക്ക് വെച്ച് വിളമ്പി കൊടുത്ത് ഇവരുടെ എച്ചിൽ പാത്രം കഴുകലായിരുന്നു എന്റെ ചേച്ചിയുടെ മെയിൻ തൊഴിൽ. ഇതിനെപ്പറ്റി എന്തെങ്കിലും ചോദിക്കുവാണെങ്കിൽ അതിനെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലി വായിൽ ചോര വരുത്തിയ ദിവസങ്ങളുണ്ട്, നിങ്ങൾക്കറിയോ? അതേപോലെ അൺനാച്ചുറൽ സെക്സ്, മാരിറ്റൽ റേപ്പ്, സെക്ഷൽ അബ്യൂസ്, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇയാൾ എന്റെ ചേച്ചിക്ക് നേരെ ചെയ്തിട്ടുണ്ട്. ഞാൻ അമൃത ചേച്ചിയുടെ കാര്യം മാത്രമല്ല പറയുന്നത്, ഇതേ അനുഭവം തന്നെയായിരുന്നു ഈ പറയുന്ന എലിസബത്ത് എന്ന് പറയുന്ന അയാളുടെ മുൻപ് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നയാള്. ഇവർക്ക് രണ്ടുപേർക്കും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത് സെയിം ഇഷ്യൂസ് ആണ്. ഇയാള് ഓരോ നിങ്ങൾ ഇയാൾക്ക് ഒരു ടൈപ്പ് ഓഫ് പാറ്റേൺ ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതായത് അമൃത ചേച്ചി എങ്ങനെയായിരുന്നു ഇയാളെ കല്യാണം കഴിക്കുന്ന സമയത്ത്? പുള്ളിക്കാരി ഒരു പാവപ്പെട്ട ഫാമിലിയിൽ ഒരു പെണ്ണ്, പുള്ളിക്കാരി അങ്ങനെ ആരോടും അങ്ങനെ സംസാരിക്കും, മിണ്ടാപ്രാണി പെണ്ണ്. നിങ്ങൾ എലിസബത്തിനെ എടുത്ത് നോക്കിക്കേ, പുള്ളിക്കാരി അങ്ങനെ തന്നെയല്ലേ? അതെ, പുള്ളിക്കാരിയും ആരോടും അങ്ങനെ സംസാരിക്കുന്ന ഒരു പാവപ്പെട്ട പെണ്ണിനെ തന്നെയാണ് അയാൾ കല്യാണം കഴിച്ചത്. അതായത് പുറത്തു വന്ന് സംസാരിക്കുക, അയാൾക്ക് ഭീഷണിപ്പെടുത്തി അങ്ങനെ അയാൾക്ക് നിർത്തണം, അയാൾക്ക് ഭീഷണിപ്പെടുത്തി ഇങ്ങനെ നിർത്താൻ പറ്റിയ ടൈപ്പ് ഓഫ് പെണ്ണുങ്ങളെ നോക്കി അയാൾ കല്യാണം കഴിക്കുന്നത്. ഇത് ഈ രണ്ടുപേര് മാത്രമല്ല കേട്ടോ, ഇയാൾക്ക് ഇതിന് മുമ്പ് ആദ്യം ഇയാൾ കല്യാണം കഴിക്കുന്നത് ചന്ദന എന്ന് പറയുന്ന ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് ആദ്യം കൊണ്ടുവരുന്ന സമയത്ത് തന്നെ അമൃതേച്ചിയോട് ഇയാൾ സംസാരിച്ച് തുടങ്ങുന്ന തന്നെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദനയുടെ നെഗറ്റീവ് പറഞ്ഞിട്ടാണ്. ചന്ദന എങ്ങനെയാണ്, പുള്ളിക്കാരി വയസ്സ് വെട്ടിച്ചു, അതാണ് ഇതാണെന്നൊക്കെ ചന്ദനയെ പറ്റി പറഞ്ഞ് എനിക്ക് ആരുമില്ല, ഞാൻ സെന്റിമെന്റ്സ് തുടങ്ങിയിട്ട് പുള്ളി തുടങ്ങും. അതിനുശേഷം ആ വീട്ടിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഒരു ഭയാനകമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ക്രിയേറ്റ് ചെയ്യും. അതായത് അവിടെ ബ്ലാക്ക് മാജിക് ഉണ്ട്, പ്രേതമുണ്ട്, ഭൂതമുണ്ട്, അതിനുശേഷം സൗണ്ട് എഫക്ട് ഒക്കെ വെച്ചിട്ട് ഒരു പക്ക സിനിമാറ്റിക്. എത്ര പേര് ഇത് വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല, ഇത് നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുമെന്ന് പറയത്തില്ല, എനിക്ക് ഒരു ഉറപ്പുമില്ല. പക്ഷെ ഇതാണ് സത്യം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്റെ കയ്യിൽ തെളിവുണ്ട്. ഞാൻ ഈ പുള്ളി പറയുന്ന പോലെ മറ്റേ ഇപ്പൊ പൊട്ടിക്കും എന്റെ കയ്യിൽ തെളിവുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമല്ല, ജനുവനായിട്ടാ പറയണം. ഞാൻ ഇത് ഒരിക്കലും ഞാൻ പബ്ലിക്കലി ഞാൻ അത് കൊണ്ടുവന്ന് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം, ഞാൻ നേരിട്ട് കാണിച്ചു തരാം. ഇത് പോലീസ് സ്റ്റേഷനിലും നമ്മൾ കോടതിയിലും നമ്മൾ ഹാജരാക്കും. അതേപോലെ തന്നെ ഹാജരാക്കിയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഞാൻ കണ്ടിട്ടുള്ള കേട്ടോ, ഇവരുടെ എല്ലാ പേപ്പേഴ്സും ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ വായിച്ചിട്ടുണ്ട്, എനിക്ക് ഇതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. അതേപോലെ ഈ പറയുന്ന ബാല എന്ന് പറയുന്നയാള്, ഇയാൾ പക്ക പേർവേർട്ടാണ്. അതായത് എല്ലാ പെണ്ണുങ്ങളും ഇയാൾക്ക് എത്ര പേരെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞ് ക്യൂ ആയിട്ട് നിർത്തിയേക്കുന്നത് നിങ്ങൾക്ക് വല്ല ധാരണയുണ്ടോ? ഇയാൾക്ക് വലിയൊരു ലിസ്റ്റ് ഉണ്ട്. ഇപ്പൊ ചന്ദന, അമൃത സുരേഷ്, എലിസബത്ത്, പിന്നെ കോകില, പിന്നെ ഇതേപോലെ ഒരു ലിസ്റ്റ് ഉണ്ട്, പുള്ളിക്ക് ഒരു വലിയ ലിസ്റ്റ് ഉണ്ട്. ഇവരൊക്കെ ഇങ്ങനെ ക്യൂ ആയിട്ട് നിർത്തിയേക്കും. അതിനകത്ത് പുള്ളിക്ക് വള്ളിയാവും തോന്നുവാണെങ്കിൽ പുള്ളി നൈസിന് കട്ട് ചെയ്യും. അല്ലാത്ത ഈ മെയിൻ ആയിട്ട് വെച്ചേക്കുന്ന ഈ പറയുന്ന എലിസബത്തിനായിരുന്നു. ആ പുള്ളിക്കേരി ആ വീട്ടിൽ നിന്ന് പുള്ളി മാറ്റാനുള്ള വേറൊരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം വേറെ ഏതൊരു ജൂനിയർ ആർട്ടിസ്റ്റ് വഴിയൊക്കെ വീട്ടിൽ കയറി വന്നു. അപ്പൊ നിനക്ക് ഇതൊക്കെ പറ്റുവാണെങ്കിൽ ഇവിടെ നിന്നാ മതി എന്ന് പറഞ്ഞിട്ട് ആ പെൺകൊച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോയെ. അത് മാത്രമല്ല, ഒരു ഭാര്യയോട് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വളരെ മോശമായുള്ള രീതിയിൽ, അതായത് സുഹൃത്തുക്കളുടെ മുമ്പിൽ മോശമായ ചില കാര്യങ്ങൾ പ്രേരണ അയാൾ ചെയ്യിച്ചു. മനസ്സിലായോ? അതിന്റെ വിഷമത്തിൽ പുള്ളിക്കാരി ഏകദേശം ഒരു 1, 2, 3 പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ ആരെങ്കിലും അറിയുന്നുണ്ടോ? പുള്ളി ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ലൈവിൽ ഇട്ടിട്ട് അങ്ങ് കരയുവോ? എന്റെ കുളന്ത, എന്റെ കുഞ്ഞ്. ആ കൊച്ചിനോട് അയാൾക്ക് ഒരു സ്നേഹമില്ല കേട്ടോ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല. ഇപ്പൊ വന്നിട്ട് കുറെ പേര് വന്ന് പറയും അച്ഛനായ കുളന്തയോട് സ്നേഹമല്ല. നിങ്ങളല്ല ആ മനുഷ്യൻ, നിങ്ങൾക്ക് അറിയില്ല അയാളെ. നമ്മുടെ ഈ അതിനുള്ള എല്ലാ എവിഡൻസും ഉണ്ട്. ഒരു കൊച്ചിനോട് സ്നേഹമുള്ള ഏതെങ്കിലും അച്ഛൻ കാണിക്കുന്ന പ്രവൃത്തിയാണോ അദ്ദേഹം കാണിച്ചത്? നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ആ കൊച്ചു വന്ന് വീഡിയോ ഇട്ടു, ആ കൊച്ചിന്റെ ഗതികേട് കാരണം ആ കൊച്ചു വന്ന് വീഡിയോ ഇട്ട്. നിങ്ങൾ ഒന്ന് ആലോചിച്ചു, ആ ഒരു 12 വയസ്സുള്ള ഒരു കുഞ്ഞ് അങ്ങനെ ഒരു വീഡിയോ വന്നിടണമെങ്കിൽ എന്തുമാത്രം മോശകരമായ ഒരു മാനസിക അവസ്ഥയിലൂടെയായിരിക്കും ആ കൊച്ചു കടന്നു പോയിട്ടുള്ളത്. ആ വീഡിയോയ്ക്ക് ആ കൊച്ചു കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഞാനിപ്പോ താമസിക്കുന്ന എന്റെ അമ്മമ്മയുടെ കൂടെ ആണെങ്കിലും മമ്മിയുടെ കൂടെ ആണെങ്കിലും ആന്റിയുടെ കൂടെ ആണെങ്കിലും ഞാൻ ഹാപ്പിയാണ്. ആ കൊച്ചിന് ആകെയുള്ള ഒരു ബുദ്ധിമുട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന വ്യക്തി ഇടയ്ക്കിടയ്ക്ക് ആ കുട്ടിയുടെ പേര് ഉപയോഗിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് ചെയ്യുന്ന ഈ വീഡിയോസ് ആണ് ആ കുട്ടിക്ക് ആകെയുള്ള ബുദ്ധിമുട്ടെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോഴും നിങ്ങൾ ആ കൊച്ചിനെ ചീത്ത വിളിക്കാൻ തയ്യാറായി. നിങ്ങൾ ഒരിക്കലും ഈ പുള്ളി കാണിച്ച പ്രവൃത്തികളെ നിങ്ങൾ കണ്ണുറന്ന് കാണുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ തന്നെ ആലോചിക്കും. അതിനുശേഷം പുള്ളി കാണിച്ചത് ശരിയായ കാര്യമാണ്. ആ പുള്ളിയുടെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ, എന്റെ കൊച്ചാണിങ്ങനെ വന്ന് പറയുന്നെങ്കിൽ ഞാൻ പിന്നെ അതിന് റിപ്ലൈ ആയിട്ട് വീഡിയോ ആയിട്ടൊന്നും ഇടത്തൊന്നുമില്ല. ഞാൻ അക്കൗണ്ടേ കളഞ്ഞിട്ട് ഞാൻ പോകും. പകരം പുള്ളി എന്താ ചെയ്തത്? കൊച്ചിനെ കള്ളിയാക്കുന്ന രീതിയിൽ പിന്നെ ഒരു വീഡിയോ ഒന്നും കിട്ടും. 2 വയസ്സിൽ എന്താണ് മോൾക്ക് ഓർമ്മയുള്ളതെന്നൊന്നും അപ്പായിക്ക് ഓർമ്മയില്ല. ഇതേപോലെ തന്നെ എത്രയോ വീഡിയോയ്ക്ക് വന്നിട്ട് പുള്ളി പറഞ്ഞിട്ടുണ്ട്, എത്രയോ കള്ളത്തരങ്ങൾ വന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്തുവാ ഗുണ്ടകളെ പോലെ ഇടിച്ചു, അന്ന് ഞാൻ പറഞ്ഞു എന്താ അപ്പയുണ്ട് എന്നൊക്കെ ഞാൻ കൊച്ചിനോട് പറഞ്ഞു. ആ ധൈര്യത്തിലാണ് കൊച്ചു ജീവിക്കുന്നത്. ഇങ്ങനെയൊക്കെ എത്രയോ കള്ളത്തരം വന്ന് പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് എന്താ കൊച്ചിന് 2-3 വയസ്സുള്ളൂ പുള്ളി ഓർത്തേ. പിന്നെ ആ കൊച്ചി വേറെ കുറെ ആൾക്കാർ വന്ന് പറഞ്ഞു എന്താ ആ കൊച്ചിനെ കൊണ്ട് നിർബന്ധിച്ച് വീഡിയോ ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് ആ കൊച്ചിനെ പറ്റി എന്തെങ്കിലും അറിയൂ? ആ കൊച്ചിന് പാപ്പുവൻ ഗ്രാൻഡ്മ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്, ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത്. ആ കൊച്ചി ഇതിലും ചെറുപ്പത്തിലെ വീഡിയോ ഇട്ട് തുടങ്ങിയ ഒരു കുട്ടിയാണ്. ആ കൊച്ചിന് മീഡിയയുടെ മുമ്പിൽ വന്നിട്ട് അല്ലെങ്കിൽ ക്യാമറയുടെ മുമ്പിൽ വന്ന് സംസാരിക്കാൻ യാതൊരു പേടിയില്ല.
ആ കുട്ടി അത്രയും നല്ല ഭയങ്കര മിടുമിടിക്കായ കൊച്ചു, ക്ലാസ്സിൽ ഫസ്റ്റ് ആണ്. ആ കുട്ടിയുടെ വിദ്യാഭ്യാസം, ആ കൊച്ചിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന അമൃതേച്ചിയാ. ആ കൊച്ചിന്റെ അച്ഛനൊന്നും ചെയ്തിട്ടില്ല, ഒരു ഗിഫ്റ്റ് പോലും സെൻഡ് ചെയ്തിട്ടില്ല, ആ കൊച്ചിനൊന്നും വിളിച്ചിട്ടില്ല. കൊച്ചിന്റെ ബർത്ത്ഡേക്ക് ആ പുള്ളി ലൈവ് വന്നിട്ട് എന്നെ എന്റെ കുളമ്പ വിളിക്കും, അപ്പ ഇറക്ക് എന്ന് പറഞ്ഞിട്ടിരിക്കുന്നതല്ലാതെ ആ കൊച്ചിനെ ഒന്ന് വിളിച്ച് വിഷയം പുള്ളി നോക്കിയിട്ടില്ല. ഇതൊന്നും എന്താ നിങ്ങൾ ആരും ചിന്തിക്കാത്ത? അത് പുള്ളിയുടെ PR വർക്ക് കാരണമാണോ? പുള്ളിക്ക് വലിയൊരു PR വർക്ക് തന്നെയുണ്ട് കേട്ടോ. അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് നമ്മൾ ഈ കഴിഞ്ഞ കുറെ ദിവസമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, അവരുടെ ആ ഒരു കമന്റ് ബോക്സിന് താഴെ ഒരേപോലത്തെ പല പേരിൽ ഉള്ള അക്കൗണ്ടിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത കുറെ എന്താ പറയാ കമന്റ്സ് കാണാം. ഒന്നാമത്തെ PR വർക്ക് ഒന്നും വേണ്ട. ഇന്നലെ ഒരു പുള്ളി പാപ്പുവിനെയും, നിങ്ങൾ ശ്രദ്ധിക്കണം, പാപ്പുവിനെയും ബാക്കിയുള്ളവരെയും അവരുടെ വീട്ടുകാരെയും മോശമായ രീതിയിൽ ഒരു യൂട്യൂബ് വീഡിയോ ഇട്ടു. അതിന് പിന്നില് ആരാണെന്ന് നമ്മൾ അന്വേഷിച്ചപ്പോ അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടി. അതിനോട് നമ്മൾ അപ്പോളജി ചെയ്തിട്ട് ആ പുള്ളി തന്നെ പിന്നീട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എന്താ ഇതൊന്നും മനസ്സിലാക്കാത്തതെന്ന് എനിക്കറിയത്തില്ല. അതേപോലെ തന്നെ എലിസബത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയും അമൃത സുരേഷ് എന്ന് പറയുന്ന വ്യക്തിയും കടന്നുപോയ വഴികൾ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. അത്രമാത്രം മോശകരമായ രീതിയിലാണ് ആ പുള്ളി അവരോട് ബിഹേവ് ചെയ്തിരിക്കുന്നത്, അവര് ഫേസ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ രണ്ടുപേരും കൂടെ ശരിക്കും ഒന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ചേട്ടാ നിങ്ങൾ ജയിലിലാക്കാം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യം. കാരണം അത്രയ്ക്ക് ബ്രൂട്ടൽ ആയിട്ടുള്ള ബാഡ് ആയിട്ടുള്ള രീതിയിലാണ് നിങ്ങൾ ചെയ്തേക്കുന്ന ഓരോ പ്രവൃത്തിയും. നിങ്ങളത് മനസ്സിലാക്കണം. ഓഡിയൻസ് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. നിങ്ങൾ ഇപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്താനോ ആ കുടുംബത്തെ കുറ്റപ്പെടുത്താനോ അല്ല നിൽക്കണ്ടേ. നാളെ ഇത് നിങ്ങളുടെ വീട്ടിലും സംഭവിക്കാം. നിങ്ങൾ ഇത്രയും കാലം അമൃതേച്ചിയെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു, ഇല്ലേ? പൈസ പറ്റിച്ചു, അത് പറ്റിച്ചു. പുള്ളി തന്നെ പറയുന്നു അമൃതേച്ചിക്ക് എത്രയോ കോടികൾ കൊടുക്കുന്നു. പുള്ളി ബാങ്ക് ട്രാൻസാക്ഷൻ കാണിക്കട്ടെ. നിങ്ങൾ കൊടുത്ത കോടികളുടെ ബാങ്ക് ട്രാൻസാക്ഷൻ കാണിക്കും. ഉണ്ടെങ്കിൽ അത് കാണിക്കും, ഞങ്ങൾ കാണട്ടെ. നിങ്ങൾ അങ്ങനെയാണ് പ്രൂവ് ചെയ്യേണ്ടത്, അല്ലാതെ വന്നിരുന്ന കഥ പറയരുത്. എല്ലാത്തിനും തെളിവുണ്ടെന്ന് പറയുന്നത് തെളിവ് കാണിക്കേ, ഞാനും കാണിക്കാൻ തെളിവ്. നിങ്ങൾ നേരിട്ട് വന്ന് നിങ്ങൾ തെളിവ് കാണിക്കും. തെളിവില്ല, പുള്ളി വെറുതെ പറയുന്നതാണ്, പുള്ളി വെറുതെ കോൺട്രവേഴ്സീസ് ഉണ്ടാക്കുന്നതാണ്. അത് മാത്രമല്ല, നിങ്ങളൊന്ന് ആലോചിച്ചു, സ്വന്തം ഭാര്യയുടെ കിടപ്പറയിലെ വീഡിയോ എടുത്ത് കയ്യിൽ വെച്ചിട്ട് നാളെ നീ പോയിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നത്തിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ ഇത് ലീക്ക് ചെയ്യുന്നു ഏതെങ്കിലും ഭർത്താക്കന്മാർ പറയൂ എന്നാ പറയുന്ന ഭർത്താവാണ് അയാൾ. എത്ര പേർക്കറിയാം? ഇതൊക്കെ എലിസബത്തും അമൃതേച്ചിയും തമ്മിലുള്ള സംസാരത്തിലാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഞെട്ടിപ്പോയി. എനിക്കറിയത്തില്ല ഒരു മനുഷ്യൻ ഇങ്ങനെ അത് പഠിക്കാൻ പറ്റുമോ. അതും തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ട് കേരളത്തിൽ വന്നിട്ട് നമ്മളെല്ലാവരും പൊട്ടന്മാരാക്കിയില്ലേ ഇയാൾ. നിങ്ങളൊന്ന് ആലോചിച്ച്, ഇതിനു മുമ്പ് ഞാൻ ഇവരുടെ കൂടെ കൂടുന്നതിന് മുമ്പും ഞാൻ ഇയാളെയാണ് വിശ്വസിച്ചത്. ശോ, എന്നാൽ ഇവർ കാണിക്കുന്ന ദ്രോഹമല്ലെന്ന് ഞാൻ അമൃതേച്ചിയെ ഞാൻ തെറ്റിദ്ധരിച്ച് ഇവരുടെ കൂടെ കൂടിയതിനു ശേഷമാണ് എനിക്ക് സത്യം മനസ്സിലായി. വീണ്ടും ഞാൻ പറയാം, ഇതൊക്കെ ഞാൻ പറയുന്നത് കൊണ്ട് നാളെ എനിക്കോ ആ കുടുംബങ്ങൾക്കും വരാൻ പോകുന്ന ഭവിഷ്യത്തുകൾ വളരെ വലുതായിരിക്കും. ഞങ്ങൾക്ക്, അതായത് അമൃത ചേച്ചിക്കും കുടുംബത്തിനും എലിസബത്തിനും കുടുംബത്തിനും നാളെ എന്തെങ്കിലും സംഭവിക്കുകയോ അവർക്ക് എന്തെങ്കിലും രീതിയിൽ സോഷ്യൽ മീഡിയയിൽ കൂടെ ആണെങ്കിലും നേരിട്ടാണെങ്കിലും എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം ബാലാന്ന് പറയുന്ന ആ വ്യക്തിക്ക് മാത്രമായിരിക്കും. അത് ഞാൻ വീണ്ടും പറയാം. നിങ്ങൾക്കറിയാം, എനിക്ക് ഇയാൾക്കെതിരെ ആരെങ്കിലും സംസാരിക്കുമ്പോൾ ഇയാൾ ഭയങ്കര മോശമായ രീതിയിലാണ് ഇയാൾ ബിഹേവ് ചെയ്യുന്നത്. എത്ര എക്സാമ്പിൾസ് ഉണ്ട്. ആറാട്ടന്റെ മുമ്പിൽ വെച്ച്, അയാൾ മീഡിയയുടെ മുമ്പിൽ വെച്ച് തന്നെ അയാളോട് ഭയങ്കര ബാഡായിട്ട് ബിഹേവ് ചെയ്യുന്നത് നിങ്ങളാരും കണ്ടിട്ടില്ലേ? എത്ര പ്രാവശ്യം അയാൾ അടിച്ചിട്ടുണ്ട്. ഇതൊക്കെ പോട്ടെ, ഇയാൾ ഭയങ്കര ഷോ കാണിച്ചല്ലോ. ചെകുത്താന്ന് പറയുന്ന യൂട്യൂബറിന്റെ വീട്ടിൽ പോയിട്ട് തോക്ക് കാണിച്ചു, എന്നിട്ട് തോക്കില്ല പോലും. ഞാൻ കേട്ടിട്ടുണ്ട്, എന്റെ കയ്യിൽ തെളിവുണ്ട്. അയാള്, അതായത് തോക്കുള്ളതിന്റെ തെളിവല്ല ഞാൻ പറഞ്ഞത്, അയാൾ പലവരോടും പറഞ്ഞിട്ടുണ്ട് അയാളുടെ കയ്യിലെ തോക്കിൽ ഓരോണ്ട് അമൃത ചേച്ചിക്കുള്ളതാണ്. എന്റെ ചേച്ചിക്ക് വധഭീഷണിയുണ്ട്. ഇയാൾ ഇതിനു മുമ്പ് അവരെ വെട്ടാനും ചെന്നിട്ടുണ്ട്. നാളെ അവർ ജീവിതത്തിന് യാതൊരു ഉറപ്പുമില്ല. അയാൾ ഇത്രയും ഇത് കാണിക്കുന്നത് നിങ്ങളെ പോലുള്ള ചില ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്ത് പറ്റിച്ചുകൊണ്ടിരിക്കുവോ? നിങ്ങളത് മനസ്സിലാക്കണം. നമ്മളെ മലയാളികള് നമ്മുടെ ഉള്ളിൽ കുറച്ച് സാധനങ്ങളുണ്ട്, മാതൃത്വം, പിതൃത്വം, ഇങ്ങനത്തെ കുറച്ച് സ്നേഹവും ഒരു സെന്റിമെന്റ്സ് ഉണ്ട്. ആ സെന്റിമെന്റ്സ് വെച്ചാ കളിക്കുന്നത്. നാളെ ഇത് നിങ്ങളുടെയും വീട്ടിൽ വരാം, നമ്മുടെ ഓരോരുത്തരുടെ വീട്ടിലും വരാം. നമ്മുടെ ഈ പറയുന്ന എലിസബത്തിന് ഓപ്പൺ ആയിട്ട് അത് പറയാൻ പറ്റുന്നില്ല. അവർക്ക് പേടി, അവർ ജീവനം കൊണ്ട് ഓടിയതാണ് ഗുജറാത്തിലേക്ക്. നിങ്ങൾക്കറിയാം, അവർ ഗുജറാത്തിലേക്ക് ജീവനം കൊണ്ട് ഓടിയത്. അവർ പേടിച്ചിട്ട് ഇയാളെ ഇത് കാണണം. പുള്ളിക്കാരി ഈ ഒരു പറയുന്ന ഈ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തപ്പോൾ ഇയാളെ ആ പുള്ളിക്കാരി മാനസിക രോഗിയാക്കി. അവരുടെ മുമ്പിൽ മാനസിക രോഗിയാക്കി ചിത്രീകരിച്ച് ഒരു സ്ത്രീയെ തളർത്താൻ പറ്റും. അതായത് ഒരു ഭർത്താവിന്റെ ഭാര്യയെ തളർത്താൻ രണ്ട് മാർഗ്ഗമുണ്ട്. ഒന്ന് അവരുടെ മൊറാലിറ്റിയെ കുറ്റം പറയുക, രണ്ട് അവരെ മാനസിക രോഗിയാക്കുക. ഇത് രണ്ടുമാണ് പുള്ളി ചെയ്തേക്കുന്നത്. എന്റെ ചേച്ചിയെ പറ്റി അപവാദം പറഞ്ഞു കിടക്കുന്ന പുള്ളിക്കാരിക്ക് പരപുരുഷ ബന്ധമുണ്ട്. പുള്ളിക്കാരി അങ്ങനാണ് ഇങ്ങനാണ്. ഗോപി സുന്ദർ പുള്ളിക്കാരി രണ്ടാമതൊരു വിവാഹം കഴിച്ചു. അവര് വിവാഹം കഴിച്ച് തെറ്റുണ്ടോ? നിങ്ങൾ പറ. പുള്ളിക്കാരിക്ക് ഭാര്യയിൽ നിന്ന് കിട്ടാത്ത സ്നേഹവും കരുതലും അയാളുടെ അടുത്ത് നിന്ന് കിട്ടി. എന്തൊക്കെ പറഞ്ഞാലും ഓപ്പൺ ആയിട്ട് പറയാലോ, ഇവരെ രണ്ടുപേരെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഗോപി സുന്ദറാണ് നല്ലത്. കാരണം ഇയാൾ പെണ്ണുപിടിയനാണ്, ദുഷ്ടനാണ്, അതായത് ഒരു അൺനാച്ചുറൽ സെക്സ് ചെയ്യുന്നു, അതേപോലെ ഇയാളൊരു റേപ്പിസ്റ്റാണ്. ജനറലി സ്പീക്കിംഗ് ഇയാളൊരു റേപ്പിസ്റ്റ് ആണ്. സ്ത്രീകളിലും സമ്മതമില്ലാത്ത രീതിയിൽ അവരെ ക്രൂരമായി പീഡിപ്പിക്കുന്നവരൊക്കെ റേപ്പിസ്റ്റാണ്. നിങ്ങൾ റേപ്പിസ്റ്റാണ്, നിങ്ങൾ അത് ചെയ്തിട്ടുണ്ട്.
ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഞാൻ കണ്ടിട്ടുണ്ട് ചേട്ടാ അതിന്റെ തെളിവ് മറ്റേ പേപ്പറിനകത്ത് നിങ്ങൾ ചെയ്തേക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ഭാര്യ അവരോട് രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടെ. എന്റെ കയ്യിൽ തെളിവുണ്ട്. അതിന്റെ ആ തെളിവ് വെച്ച് തന്നെ ഞാൻ സംസാരിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ ഇപ്പൊ കുറെ ചാരിറ്റി ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. ആ ചാരിറ്റിയുടെ ഇൻകം ഇടുന്ന, അതായത് വിദേശത്ത് കുറച്ച് അമേരിക്കയിലൊക്കെ കുറച്ച് ചേച്ചിമാരുണ്ട്. അവരോട് മറ്റേ ചാരിറ്റിയുടെ പേരിൽ കുറച്ച് പൈസ ഒന്നും മേടിക്കും. അവരൊക്കെ കല്യാണം കഴിക്കാൻ പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചേക്കും. അവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് ഒരു 10,000 രൂപ വലിയ ഇവർക്ക് കൊടുത്തിട്ട് അങ്ങ് പറ്റിക്കും. മനസ്സിലായോ? ഈ പുള്ളി ചാരിറ്റി എത്ര ചാരിറ്റി ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട്? 10,000 രൂപയ്ക്ക് മേളിൽ എത്ര പേർക്ക് കൊടുത്തിട്ടുണ്ട്? അതിന്റെ ഒന്ന് പ്രൂഫ് കാണിച്ചേ. ഞാനും ചാരിറ്റി ചെയ്യുന്ന ഒരാളാണ്. ഞങ്ങൾക്കും ചാരിറ്റി ഉണ്ട്. നിങ്ങൾ ചാരിറ്റി ചെയ്യുന്നുണ്ട്, അതായത് അതിന്റെ ഡോക്യുമെന്റ്സ് കാണിക്കും. നിങ്ങൾ എത്ര രൂപ അവർക്ക് കൊടുത്തു എന്ന് പറയാം. അതിൽ എത്ര രൂപ നിങ്ങൾക്ക് എവിടെ നിന്നാണ് നിങ്ങൾക്ക് ആ പൈസ ചെയ്യുന്നതിനുള്ള അതിന്റെ സോഴ്സ് കാണിക്കും. നിങ്ങൾ സോഴ്സ് കാണിച്ച് സംസാരിക്കും. പിന്നെ നിങ്ങൾ തമിഴ്നാട്ടിൽ ഒരു മനുഷ്യനാണ്. നിങ്ങൾ ഈ കഴിഞ്ഞ ഇത്രയും വർഷമായിട്ട് ഇവിടെ നിൽക്കുന്നതിന്റെ ഉദ്ദേശം എന്താ? ഇവിടുത്തെ പെണ്ണുങ്ങളെ കറക്കി കല്യാണം കഴിച്ച് അവരുടെ പാവപ്പെട്ട വീട്ടുകാരെ ത്രട്ടൻ ചെയ്ത് ഇങ്ങനെ തന്നെ ജീവിച്ചു പോകാൻ വേണ്ടിയാണ് നിങ്ങൾ ഈ കഴിഞ്ഞ ഇത്രയും ദിവസങ്ങളായി വർഷങ്ങളായിട്ട് നിങ്ങൾ ഇവിടെ നിൽക്കുക. നിങ്ങൾ ഇവിടെ നിൽക്കുന്നതിന്റെ പർപ്പസ് എന്താണ്? നിങ്ങൾ എത്ര സിനിമയിൽ അഭിനയിച്ചു ഈ കഴിഞ്ഞ ഇത്രയും വർഷങ്ങൾക്കിടയിൽ? ഒന്ന് പറഞ്ഞേ. അതിന്റെ തെളിവാണ്. നിങ്ങൾ കാര്യം പറ. എന്തുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവുന്നില്ല? നിങ്ങൾ ആരും ഇതിനെപ്പറ്റി ചിന്തിക്കാതെ. വീട്ടിൽ ഞാൻ പറയാം, നാളെ ഇതിന്റെ പേരിൽ അമൃത സുരേഷ് എന്ന് പറയുന്ന അവരുടെ കുടുംബത്തിനോ എലിസബത്ത് എന്ന് പറയുന്ന അവരുടെ കുടുംബത്തിനോ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ബാല എന്ന് പറയുന്ന ഈ മനുഷ്യൻ മാത്രമായിരിക്കും. അങ്ങനെ ഒപ്പിച്ച് പറയാം. ഞാൻ ഈ വീഡിയോയുടെ മുമ്പിൽ വന്ന് ഇത്രയും ധൈര്യത്തോടെ ഞാൻ സംസാരിക്കാനായിട്ടുള്ള ഒറ്റ റീസണേ ഉള്ളൂ. എനിക്ക് എന്റെ ചേച്ചിമാരെന്ന് പറഞ്ഞ എനിക്ക് ജീവൻ. കാരണം നിങ്ങൾ ആലോചിച്ച്, ഞാൻ അവരും തമ്മിൽ ബ്ലഡ് റിലേഷൻഷിപ്പ് ഒന്നുമില്ല. അവർക്ക് വേണ്ടി ഞാൻ രണ്ടും കൽപ്പിച്ച് ഇങ്ങനെ ഒരു കാര്യം വന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒരു റീസൺ എനിക്ക് അവരോട് വാങ്ങുന്നുണ്ട്. അവർക്ക് ഞാൻ മരിക്കാൻ തയ്യാറ്. ഇതിന്റെ പേര് ചേട്ടൻ നാളെ എന്റെ വീട്ടിൽ വന്ന് എന്നെ വെട്ടിവെച്ച് വന്നാലും ഞാൻ സന്തോഷത്തോടെ മരിക്കും. കാരണം നാളെ ഒരു പെണ്ണുങ്ങൾക്കും ഈ അവസ്ഥ വരാൻ പാടില്ല. ഇനി നിങ്ങളുടെ ചതിയിൽ ഒരു പെണ്ണുങ്ങളും വീഴാൻ പാടില്ല. നിങ്ങളെ കള്ളക്കണ്ടില്ല. നിങ്ങൾ നല്ല ഒന്നാമത് നടക്കാം. നിങ്ങൾ ക്യാമറയുടെ മുമ്പിൽ വന്ന് കാര്യത്തിൽ എന്റെ പൊന്നളിയ സീന. പക്ഷെ അത് വേണ്ട ചേട്ടാ. ഇനി നടക്കത്തില്ല. ഇനി ഇവിടെ നടക്കത്തില്ല. വളരെ മോശം. നിങ്ങൾ അതേപോലെ നിങ്ങൾ ഭയങ്കര മോൾ സ്നേഹമുള്ള ഒരു അച്ഛനാണല്ലോ. നിങ്ങൾ മറ്റേ കൊച്ചിന്റെ ഡൈപ്പർ മാറ്റുന്നതിനെ പറ്റി എലിസബത്തിനോട് പറഞ്ഞ എന്തോ ആ കൊച്ചിന്റെ ഡൈപ്പർ മാറ്റുന്നത് ഒരു അച്ഛൻ ഒരു കൊച്ചിന്റെ ഡൈപ്പർ മാറ്റുന്ന അത്ര വലിയ വിഷമമുള്ള കാര്യമൊന്നുമല്ല. അതുപോലും പുള്ളിക്ക് അറക്കോടാണ് പറഞ്ഞത്. അവിടെ നിന്നാണ് പുള്ളിക്ക് ഡൗട്ട് വെച്ചത് എന്തൊരു പ്രശ്നമുണ്ടല്ലോ. അവരുടെ കോളത്ത് ക്ലിയർ ആയിട്ട് ഞാൻ കേട്ടെ. അപ്പൊ ഞാൻ ആലോചിച്ചു എവിടെയെങ്കിലും ഒരു സ്നേഹം കാണും. നിങ്ങൾക്ക് ഒരു സ്നേഹമില്ല. അയാൾ നിങ്ങളൊന്ന് അയാൾ ആ രീതി ഒന്ന് ആലോചിച്ചു. എവിടെയെങ്കിലും അമൃതേച്ച് ഒന്ന് രക്ഷപ്പെടുമെന്ന് തോന്നുമ്പോഴത്തേക്ക് അപ്പോൾ ഒരു അച്ഛന്റെ സ്നേഹം കൊണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ ലൈവിൽ ഒന്ന് പറയുന്നതല്ല നേരിട്ട് എന്തുകൊണ്ട് കൊച്ചിനെ വന്ന് കാണുന്നില്ല? എത്ര പ്രാവശ്യം ഇവർ കൊച്ചിനെ കാണിക്കാൻ വേണ്ടി കോടതി പോയിട്ടുണ്ടോ നിങ്ങൾക്ക് അറിയും? അവർ ആദ്യത്തെ കുറെ പ്രാവശ്യം അവർ ഇയാൾക്ക് വേണ്ടി കോടതി പോയി വെയിറ്റ് ചെയ്തിട്ട് ഇയാളെ കാണാൻ വേണ്ടി തിരിച്ചു പോയിട്ടുണ്ട്. അതിന്റെയൊക്കെ എവിഡൻസ് ഉണ്ട്. അതേപോലെ കൊച്ചിനെ കാണണമെങ്കിൽ ഇയാൾ മെയിൽ അയക്കണം. ഇയാൾ മെയിൽ അയച്ചിട്ടില്ല. ഉണ്ടെങ്കിൽ ഞാൻ മെയിലിന്റെ കോപ്പി കാണിക്കും. എന്തുകൊണ്ടില്ല? എന്തെങ്കിലും ഒരു പ്രശ്നം പുള്ളി ഉണ്ടാക്കും. എന്നിട്ട് പുള്ളി ഒരു കോപ്പ് പോകും. കാരണം എന്തെങ്കിലും ഒരു പുള്ളിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് എന്തെങ്കിലും സാധനം വന്ന പുള്ളി ഒരു മുങ്ങും. അതിനുശേഷം പിന്നെ കുറച്ചു കാലം കഴിഞ്ഞിട്ട് വരും. എന്തുകൊണ്ട്? പുള്ളി എന്തോന്നും ക്ലിയർ ആയിട്ട് എന്തെങ്കിലും തെളിവുണ്ട് ഇപ്പൊ പൊട്ടിക്കുന്ന പറയുന്നത് കാണിക്കും. നിങ്ങൾ ഒന്ന് എന്താ പറയാ അമൃതേച്ചിക്ക് കൊടുത്ത കോടികളെ എന്താ പറയാ ബാങ്ക് ട്രാൻസാക്ഷൻ കാണിക്കും ഒന്ന്. പിന്നെ നിങ്ങൾ മറ്റേ 25 ലക്ഷം രൂപ എന്തും പറ്റിച്ചു പോയെന്നൊക്കെ ഒരു കഥയ്ക്ക് ഇറക്കിയല്ലോ. എവിടെ അതിന്റെ ട്രാൻസാക്ഷന്റെ ആ ഒരു പറ്റിച്ചതിന്റെ ഒരു ഇത് കാണിക്കും. ചുമ്മാ പൈസ എടുത്തോണ്ട് പോകത്തില്ലല്ലോ. അതിന്റെ സോഴ്സ് കാണിക്കും. നിങ്ങളുടെ കയ്യിലുള്ള പൈസയുടെ സോഴ്സ് കാണിക്കും. അതിന് നിങ്ങൾ കൊടുത്തതിന്റെ എവിഡൻസ് കാണിക്കും. അതിനൊക്കെ പേപ്പേഴ്സ് കാണത്തില്ലേ? എവിടെ? ഒരു സ്വന്തം കൊച്ചെന്നുള്ള ഒരു പരിഗണന പോലും കൊടുക്കാതെ ആ കൊച്ചിന്റെ മീഡിയയുടെ മുമ്പിൽ വലിച്ചു കീറാനിട്ട ആ ഒരു മനസ്സുണ്ടല്ലോ. അതൊരിക്കലും നിങ്ങൾ ഇതിന്റെ അനുഭവിക്കും. ഞാൻ നിങ്ങളെ ഇതായിട്ട് പറയുന്നത് നിങ്ങൾ ഇതിന്റെ അനുഭവിക്കും. കാരണം ഒരച്ഛനും ഒരു മനുഷ്യനും ഇങ്ങനെ അവർത്തിക്കാൻ പാടില്ല. നിങ്ങൾ നാടകം മതി, നിർത്ത്. കുറേയായി അവരാരും നിങ്ങളോട് പൈസ പണം ഒന്നും ചോദിച്ചിട്ടില്ല. നിങ്ങളുടെ പൈസയും വേണ്ട, പണവും വേണ്ട, നിങ്ങളുടെ സ്നേഹവും വേണ്ട, നിങ്ങളെ വേണ്ട. ദ്രോഹിക്കാതിരുന്നാൽ മതി. ജീവിച്ചോട്ടെ, എങ്ങനെങ്കിലും ജീവിച്ചോട്ടെ. എന്തിനാ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? പറയാം. ഇവരാരും മിണ്ടത്തിരുന്നേ. ഞാൻ തന്നെ പറഞ്ഞു ചേച്ചി ഒന്ന് പറ. അവര് പറയത്തില്ല. ഇപ്പൊ ഞാൻ ഈ വന്ന് പറയുന്ന ഇവർക്ക് ആർക്കും അറിയത്തില്ല. എനിക്ക് ഈ ഒരു വീഡിയോ ഇടുന്നതിൽ ആരും കൂടെ ക്ഷമ ചോദിക്കാനുള്ള എലിസബത്ത് ചേച്ചിയോടും അമൃതയോടും മാത്രം. കാരണം ഞാനിത് അവരുടെ ആൾക്കൊന്നും ചെയ്യുന്നതല്ല. ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നത്. ഇനി നാളെ ഇതിന്റെ പുറകിൽ എന്ത് ഭവിഷ്യത്ത് വന്നാലും ഞാൻ അത് ഏറ്റെടുക്കാൻ തയ്യാറാണ്. പക്ഷെ നാളെ നമ്മുടെ വീട്ടിലെ വേറൊരു പെങ്കൊച്ചിനും ഈ ഗതി വരാൻ പാടില്ല. കാരണം ഇയാൾ നാടകം തുറന്നുകൊണ്ടേയിരിക്കും. അയാൾ ഈ നാടകം കളിച്ചുകൊണ്ടേയിരിക്കും. അയാൾ ഇനിയും പെണ്ണുങ്ങളെ റേപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. സാധാരണ പെണ്ണുങ്ങളെ മാത്രമല്ല, ട്രാൻസ്ജെൻഡേഴ്സിനെ പോലും വെറുതെ വിടാത്ത മനുഷ്യനെയാണ്. അതായത് സെക്സ് വർക്കേഴ്സിനെ കൊണ്ടുപോയി അവരെ യൂസ് ചെയ്തിട്ട് പൈസ പോലും കൊടുക്കാതെ ആട്ടി പറഞ്ഞു വിടുന്ന ദുഷ്ടനാണ് ഇയാൾ. അതിന് നിലവുണ്ട്. ഇതൊക്കെ ഞാൻ പറയുന്നത് സത്യമാണല്ലോ എന്ന് പറ. തെളിയില്ല. അല്ലെങ്കിൽ നിങ്ങൾ തെളിയിക്കും. എന്റെ കയ്യിൽ നിങ്ങൾക്ക് ആർക്കാണോ തെളിവ്, ഏത് മീഡിയക്കാരും ആരാണെങ്കിലും നിങ്ങൾ വന്നോ. എന്റെ കയ്യിൽ തെളിവുണ്ട്. പേഴ്സണലി ഞാൻ നിങ്ങളെ കാണിക്കാം. ഞാനത് പബ്ലിക് ചെയ്യില്ല. നിങ്ങളത് കണ്ടതിന് ശേഷം സത്യമാണെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. ഇത് വെറുതെ വന്ന് ഞാൻ വായിക്കൊന്ന് പറയുന്നില്ല. ഇനി ഇത് കേട്ടിട്ട് അദ്ദേഹത്തിനെ വിളിപ്പിക്കാൻ വേണ്ടി കുറച്ച് സോക്കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ വരും. നിങ്ങൾ വരുന്നവർ നിങ്ങൾ വന്ന് സംസാരിച്ചോ, നിങ്ങൾ ഇത് വന്ന് പ്രശ്നമായിരിക്കോ, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു. എനിക്കൊരു പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കുക. നാളെ ഇത് നിങ്ങളുടെ വീട്ടിലെ അമ്മയ്ക്കോ പെങ്ങൾക്കോ ആയിരിക്കാം. നിങ്ങൾ എന്റെ ചേച്ചിമാരെ ജീവിക്കാൻ അനുവദിച്ചിട്ടുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അവർക്കൊരു പ്രോഗ്രാം വരുമ്പോൾ നശിപ്പിക്കും. എന്റെ അഭിചേച്ചി പുള്ളിക്കാരി പണ്ട് ആക്ടിംഗ് ഒക്കെ ഭയങ്കര പാഷനായിട്ട് നടന്ന സമയത്ത് ബിവർ ഓഫ് ഡോഗ്സ് എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ഫസ്റ്റ് ഹീറോയിനായിട്ട് അഭിനയിക്കേണ്ട ആളായിരുന്നു. ഇയാൾ വിളിച്ച് പ്രശ്നം ഉണ്ടാക്കിയതിന് ശേഷം അവരുടെ സെക്കൻഡ് ഹീറോയിനായിട്ട് ചെറിയൊരു റോൾ കൊടുത്തിട്ട് പുള്ളിക്കാരി ഒഴിവാക്കി. അതെന്താ കാര്യം ചോദിച്ചപ്പോൾ ബാല വിളിച്ച് പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. എന്തിനാ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? നിങ്ങൾ നല്ലവനാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ വിചാരിക്കും നിങ്ങൾ എന്തോ വലിയ സംഭവം, നിങ്ങൾ എന്തോ വലിയ ദൈവമാണ്. നിങ്ങൾ ഒന്നുമല്ല. നിങ്ങൾ ഒരു മനുഷ്യൻ ഇങ്ങനെ വീണ്ടും പറയാം, ഒരു മനുഷ്യൻ ഇങ്ങനെ അധപതിക്കാൻ പാടില്ല. നിങ്ങളുടെ പണം കാണും, കൊഴുപ്പ് കാണും, നിങ്ങൾക്ക് വലിയ ഹോൾഡ് ഉണ്ടാവും, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അതൊന്നും ഇല്ല. നമുക്ക് സാധാരണക്കാരൻ
പക്ഷെ നമുക്കൊക്കെ മനുഷ്യന്മാരാണ്. നമ്മൾ തെറ്റ് കണ്ടാൽ പറയും. ഇനി ഞങ്ങളെ പറ്റിക്കാൻ പറ്റില്ല. എന്നല്ല ഇതൊക്കെ ഒരു പെണ്ണും ഇത് കേട്ട് കഴിഞ്ഞാൽ മിണ്ടാതിരിക്കത്തില്ല. ഇത് എനിക്ക് പറയാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ. എനിക്ക് പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ മുന്നിലുണ്ട്. എന്റെ ഇതിനൊക്കെ എവിഡൻസ് ഉണ്ടായിരുന്നു ഞാൻ കേട്ടോ എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ ഇത് അറിയണം. ഒരാൾ മാറി നിങ്ങൾ മനസ്സിലാവണം. അച്ഛന്റെ സ്നേഹം എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. കള്ളു കുടിച്ച് ഗർഭിണിയായ ഭാര്യ പട്ടിയെ തല്ലുന്ന പോലെ തല്ലിയ മനുഷ്യനാണ് ഇയാൾ. മനസ്സിലായോ? അവിടെയും കഴിഞ്ഞില്ല. ഇയാൾ എന്നാ പിന്നെ ഒരു കൊച്ചൊക്കെ ആയി കഴിഞ്ഞ് നന്നാവും നമ്മൾ വിചാരിച്ചു. അതുമില്ല. പുള്ളിക്കാരി കയ്യിൽ കൊച്ചിനിരിക്കുന്നതിന്റെ കാര്യം കുട്ടിയും കൊണ്ടിരുന്ന മനുഷ്യനെയാണ്. സ്വന്തം കൊച്ചെന്നോ ഭാര്യയെന്നോ യാതൊരു ജീവനും കൊണ്ട് ഓടിയത് എന്റെ ചേച്ചാ വീട്ടിൽ. ജീവനും കൊണ്ട്. അമൃതയ്ക്ക് മാത്രമല്ല എലിസബത്തും ജീവനും കൊണ്ട് ഓടിയത്. അത് നിങ്ങൾക്കറിയോ? പുള്ളിക്കാരി ജീവനും കൊണ്ട് രക്ഷപ്പെട്ടി. ഇവിടെ എലിസബത്ത് ഇവിടെ പുള്ളിക്കാരി ഗുജറാത്തിലാണ്. ഇയാളെ പേടിച്ചിട്ട് അവരുടെ കുടുംബത്തെയൊക്കെ പേടിപ്പിച്ച് വെച്ചേക്കും ഇയാൾ. അവരുടെ വീട്ടിൽ ബ്രദേഴ്സിനൊന്നും ഈ വിവാഹത്തിന് താല്പര്യമില്ലായിരുന്നു. അവരുടെ വൈഫിന് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പുള്ളിയെ ടോട്ടലി കട്ട് ചെയ്തേക്കും. എന്നിട്ട് അവരെ വെറുതെ വിട്ടു. അവരുടെ കോളേജിൽ അവിടെ ഇവിടെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു ഇയാളെ. അറിയാവോ? ഇതേ സെയിം കാര്യം തന്നെ ചേച്ചിയുടെ വീട്ടിൽ നടന്നേനെ. അവിടെ എല്ലാവരും വിളിച്ച് ഭീഷണിപ്പെടുത്തുക. എന്തെങ്കിലും ഒരു വർക്ക് വരുമ്പോൾ അത് ഇല്ലാതാക്കുക. എന്തിന്? എന്നിട്ട് ലോകത്ത് എവിടെ ഇല്ലാതെ ആണെന്ന് ചങ്ങനാന്തിക്ക് മോളോട് ഭയങ്കര സ്നേഹമോ? മോളോട് അങ്ങനെ സ്നേഹപ്രകടനോ? എന്നാ മോളെ കാണുമില്ല. മോൾക്ക് എന്തെങ്കിലും വാങ്ങി കൊടുക്കില്ല. വിദ്യാഭ്യാസത്തിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ പോയില്ല. ഒരു ഉടുപ്പ് വാങ്ങി കൊടുക്കില്ല. ആ കൊച്ചിന് 50 വയസ്സ് ഒരു നാരങ്ങ മിഠായികൾ നിങ്ങൾ വാങ്ങി കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾ ഏതൊരു ഇന്റർവ്യൂ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. അഭിരാമി എൻ തങ്കച്ചി മാതിരി അവൾ ഒന്നേ എന്നോട് ചൊല്ലിട്ടെ അവർക്ക് ബിസിനസ് ரொம்ப കുടിക്കും. 12 വയസ്സുള്ള കൊച്ചാണോ നിങ്ങളോട് ബിസിനസ് വേണമെന്ന് പറഞ്ഞത്? ആ പുള്ളിക്കാരി വലിയ കുട്ടിച്ചാത്തിൽ അഭിനയിക്കൊണ്ടിരിക്കും. അന്ന് പുള്ളിക്കാരി നിങ്ങളോട് ഒന്ന് പറഞ്ഞു എനിക്ക് ചേട്ടാ എനിക്ക് വലിയ ഉപ്പോപ്പ ഉണ്ടാവണമെന്ന്. നിങ്ങൾ എന്ത് വർത്താനം പറഞ്ഞാൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ചുമ്മാ ഇരുന്ന് പറയോ? ഇവരാരും പ്രതികരിക്കത്തില്ല അല്ലെങ്കിൽ പറയത്തില്ല എന്നുള്ള ഒറ്റ ധൈര്യത്തില്ല നിങ്ങൾ ഈ പറയുന്നത്. എന്നെ എല്ലാ കാലത്തും നിങ്ങൾ പറഞ്ഞാൽ സത്യം ജയിക്കും, സത്യം വരും. ഇവരാരും പറഞ്ഞില്ല. എന്നെ പോലെ ആരെങ്കിലും വന്ന് സത്യം പറയും, സത്യം ജയിക്കും. അതെ, സത്യം ജയിച്ചോണ്ടിരിക്കുവോ? ഇത് എത്ര പേർക്ക് മനസ്സിലാവും എനിക്ക് അറിയത്തില്ല. പക്ഷേ ഈ വീഡിയോ കണ്ട് മനസ്സിലാവുന്ന 5 or 10 പേരുണ്ടെങ്കിൽ എനിക്കത് മതി. 5 or 10 പേരെ എനിക്ക് രക്ഷിക്കാൻ പറ്റുമല്ലോ. ബാക്കിയുള്ളവർ വിധി. കാരണം പറയാനോ ഞാൻ പറഞ്ഞു. എന്റെ വീട്ടിൽ എന്റെ ചേച്ചി എനിക്കൊരു ചേച്ചിയുണ്ട്. ആ ചേച്ചിക്ക് ഒരു കൊച്ചുണ്ട്. അവരൊക്കെ പെണ്ണുങ്ങളാണ്. നാളെ അവർക്ക് ആഗ്രഹം വരുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. എനിക്ക് അതേപോലെ തന്നെയാണ് എനിക്ക് എന്റെ അവസ്ഥയ്ക്ക് അമൃതയ്ക്ക്. ചിലപ്പോൾ അതിനേക്കാളും എന്റെ വീട്ടുകാരെക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടം വരെ. അവർക്ക് ഞാൻ മരിക്കും. നിങ്ങൾ പറഞ്ഞില്ലേ ഏതോ നിങ്ങളുടെ തോക്കിലത്തെ ഒരു എന്റെ അമൃത ചേച്ചിക്കുള്ളത്. നാളത്തെ വീട് നിങ്ങൾ ഞങ്ങളുടെ നെഞ്ചത്തുണ്ടാക്കിയിട്ട് നിങ്ങൾ എന്റെ ചേച്ചിയെ തുറത്തുള്ളൂ. ആദ്യം ഞാൻ ഇവിടെ വെടി വെച്ചോ. അതിനുശേഷം പിന്നെ നെഞ്ചു വെച്ച് അതിഥിച്ച് വരും. ചിലപ്പോൾ എന്നെക്കാളും നമുക്ക് പുള്ളിക്കാൻ ചാടി വീണ നോക്കും. പക്ഷെ ഞാൻ സമ്മതിക്കത്തില്ല. എന്നെ വെടി വെച്ചിട്ട് നിങ്ങൾ ഞങ്ങളുടെ ചേച്ചിമാരെ തുറത്തുള്ളൂ. ധൈര്യത്തോടെ ഞാൻ പറയുമോ? നിങ്ങൾ ഇതിന്റെ പേര് എന്ത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ എന്നെ അങ്ങ് ചെയ്തോ. ഞാൻ മരിക്കാനായിട്ട് തയ്യാറായിട്ട് തന്നെ ഇതുമെന്ന് പറയുന്നത്. കാരണം അത്രയും വിഷമമാണ്. നാളെ ഒരു പെണ്ണുങ്ങൾക്ക് ഇത് വരാൻ പാടില്ല. അത്രമാത്രം മോശമായ ബ്രൂട്ടലായിട്ടുള്ള കാര്യങ്ങളാണ് ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു സ്ത്രീകൾക്ക് ഗതി വരാൻ പാടില്ല. ഞാൻ വീണ്ടും 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 ആവർത്തിച്ചു പറയാം. എലിസബത്തും എന്റെ അമൃത ചേച്ചി അനുഭവിച്ചതിന്റെ ഒക്കെ ഉണ്ടല്ലോ. ഒരു സ്ത്രീ ചിലപ്പോൾ ഉണ്ടായിരിക്കും. അവർക്കും ഇതേപോലെ പറയാൻ പേടിയാ. നിങ്ങളെ പോലെ ഉള്ളവരെ പറ്റി പറയുകയാണെങ്കിൽ ഇതിനകത്ത് പലരും നിങ്ങളെ എല്ലാവരും കുറ്റം പറയുന്നില്ല. പക്ഷേ എങ്കിലും ഭൂരിഭാഗം പേര് ഇതേപോലെ സോക്കോൾ ആയിട്ടുള്ള വൃത്തിയിട്ടവന്മാരാണെന്ന് മനസ്സിലായാൽ പോലും അവരെ സപ്പോർട്ട് ചെയ്യുന്നതിനെ പറ്റി ഞാൻ പറയുന്നത്. നിങ്ങൾ ഒരു സ്ഥലത്ത് എവിടെയും ജസ്റ്റ് എക്സാമ്പിൾ ആണ് ഇവിടെ. എക്സാമ്പിൾ ഇത് കട്ട് ചെയ്ത് മാറ്റരുത്. എക്സാമ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് ഒരു റേപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ ആ സ്ത്രീയെ കുറ്റം പറയുന്ന ഒരു വിഭാഗം ആൾക്കാരില്ലേ, ആ ടൈപ്പ് ഓഫ് ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. അവരെത്ര പറഞ്ഞാലും കാര്യമില്ല, അവർക്ക് മനസ്സിലാവില്ല. അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ അവരൊന്നും പറയുന്നില്ല. ഇത് മനസ്സിലാക്കുന്ന ചില അമ്മമാരെ വേണം, ചില അച്ഛന്മാരെ വേണം, ചില കുട്ടികൾ വേണം. അവരോട് എനിക്ക് പറയാനുള്ള പ്രേമമൊക്കെ നല്ലതാണ്. പക്ഷെ നോക്കി കണ്ടും പ്രേമിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം ഉണ്ടല്ലോ ഇതേപോലെ നിങ്ങൾ കിടന്ന് അറിയിക്കും. ഇന്നും ഇന്നലെ ഒന്നുമല്ല. കഴിഞ്ഞ 14 വർഷമായിട്ട് എന്റെ ചേച്ചി അനുഭവിച്ചുകൊണ്ടിരിക്കുക. 14 വർഷം. ഈ 14 വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും അവർ റിയാക്ട് ചെയ്തിട്ടില്ലല്ലോ. എവിടെയെങ്കിലും അവരൊന്ന് പറഞ്ഞു, അവർ കുറ്റപ്പെടുത്തിയോ? എന്തെങ്കിലും പറഞ്ഞില്ല. പകരം അവരുടെ കൊച്ചിനെ എഫക്ട് ചെയ്യുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് അമൃത ചേച്ചി രംഗത്ത് വരുന്നത്. ആ കൊച്ചിന്റെ ഒരു പ്രായമായി ആ കൊച്ചു സന്തോഷപ്രായം ചെയ്തൊരു കാര്യം. ആ കൊച്ചിനെയും കൂടെ ഇട്ട് കൊടുത്താൽ നാട്ടുകാരായിരിക്കുന്നത് ഇട്ട് കൊടുത്ത് സ്വന്തം നന്ദ ആയിക്കോ എല്ലാവരും പറഞ്ഞു എന്റെ എണ്ണീര് അവരൊന്നും പറഞ്ഞു ചെയ്തു. അപ്പോഴാണ് പിന്നെ അമ്മ വന്ന് സംസാരിച്ചത്. അതിലെന്താ തെറ്റ്? കൊച്ചിനെ സ്നേഹിക്കുന്ന അമ്മ ചെയ്യത്തില്ലേ? നിങ്ങൾ ചെയ്യത്തില്ലേ? നിങ്ങളുടെ കൊച്ചിന് നാട്ടുകാരെല്ലാവരും കൂടെ പഞ്ഞിക്കിടുവാണെങ്കിൽ നിങ്ങൾ പറയത്തില്ലേ? നിങ്ങൾ പറയും. ഇനി നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ പറയുന്നത് പറയും. ഇതില് ഇനിയും കുറെ കാര്യം ഞാൻ എത്രത്തോളം കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തൊന്നും എനിക്ക് അറിയത്തില്ല. കാരണം ഞാൻ എന്റെ ആ ഒരു മാനസികാവസ്ഥയുടെ പേര് മാത്രം ഈ വീഡിയോ ഞാൻ ഇടുന്നത്. പറഞ്ഞത് പറയാം. പുള്ളിക്കാരന് സ്ത്രീകൾ എന്റെ ചേച്ചിയുടെ മുമ്പിൽ വെച്ച് എത്ര പെണ്ണുങ്ങൾ മുമ്പിൽ കൊണ്ടുപോയിട്ടുണ്ടെന്ന് അറിയൂ. അയാൾ കൊണ്ടുപോയി തീർക്കണമെന്ന് അറിയൂ. എന്തിന്? കല്യാണം കഴിഞ്ഞ ഒരു ഹണിമൂണിന്റെ കഥ ഞാൻ പറയാം. കഥയല്ല, ശരിക്കും നടന്ന കാര്യം. അതായത് ഹണിമൂണിന് ഇവർ പോയി. ഹണിമൂണിന് പോകാൻ നേരം ഒരു പുള്ളിക്കാരി അവർ പേര് റീച്ചിൽ നിന്ന് അവരുടെ പേര്. ആ സ്ത്രീയായിട്ട് മോശമായ രീതിയിൽ അമർത്തിയിട്ടുണ്ട്. എപ്പോഴാ ഹണിമൂണാണ് നിങ്ങൾ ഓർക്കണം. ഹണിമൂണിന്റെ സമയത്ത് എന്നിട്ട് ചോദിച്ചു ചേച്ചി പട്ടി തല്ലുപോലെ തല്ലി. പുള്ളിക്കാരിക്ക് വീട്ടിൽ പറയാൻ പറ്റത്തില്ല. വീട്ടുകാരുടെ എതിർപ്പ് മാനിക്കാതെ കല്യാണം കഴിക്കുക സഹിച്ചു. നിങ്ങൾ ആലോചിക്കണം. അത് അവരെ നിങ്ങൾ കുറ്റം പറയരുത്. നിങ്ങൾ ആ ഒരു പ്രായത്തിൽ നിങ്ങൾ ആലോചിക്കണം. ആ പുള്ളിക്കാരി ഇന്നത്തെ കാലഘട്ടമല്ല, അന്നത്തെ കാലഘട്ടമാണ്. ഒരു പൊട്ടിപ്പെണ്ണാണ്, ചെറിയ പ്രായമാണ്. മിണ്ടാൻ പറ്റത്തില്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. അത് അനുഭവിക്കുന്നവർക്ക് അതിന്റെ വേദന അറിയത്തുള്ളൂ. ഞാൻ അവരുടെ കൂടെ നിൽക്കുന്ന ഒരാളായതുകൊണ്ടാണ് എനിക്ക് അതിന്റെ തീവ്രത അറിയാവുന്നത്. ഇതിൽ കൂടുതൽ വലിയ കുറെ കാര്യങ്ങളുണ്ട്. എനിക്കതിലെല്ലാം ഒന്നും നിങ്ങളോട് തുറന്ന് പറയാനായിട്ടൊന്നും സാധിക്കത്തില്ല. പക്ഷേ അത് അറിയണമെന്ന് ആഗ്രഹമുള്ളവർ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ജനറലി സ്പീക്കിംഗ് ഞാൻ നിങ്ങളെ അതിന്റെ എല്ലാ എവിഡൻസും ഞാൻ കാണിച്ചതെന്ന് ഞാൻ സംസാരിക്കാം. ഞാൻ വീണ്ടും ഈ പുള്ളി പറയുന്ന പോലെ ഇഷ്ടപ്പെട്ട് ഞാൻ വെറുതെ പറയുന്നില്ല. കൃത്യമായിട്ടുള്ള എല്ലാ തെളിവ് വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ ഇതിൽ എത്ര പോയിന്റ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് വീണ്ടും ഞാൻ പറയാം. എനിക്ക് ഓർമ്മയൊന്നുമില്ല എന്തൊക്കെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും അല്ല, അതിനപ്പുറം ഉണ്ട്. അവർ സംസാരിച്ച് ഓരോരോ പോയിന്റ് ഇങ്ങനെ മനസ്സിൽ നമ്മൾ എടുക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്കത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നാളെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഇയാളെ ആലോചന ഒന്നും വരുമ്പോൾ പെങ്കൊച്ചുങ്ങളെ ഒന്നും കെട്ടിച്ച് കൊടുക്കരുത്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, നാടകമാണ്. പുള്ളിക്കാരൻ ഒന്നാം തരം പോകോട്ടാണ്.
പുള്ളി ഒരു റേപ്പിസ്റ്റ് ആണ്. അതേപോലെ ഒരു ദൈവമുള്ള മനുഷ്യനൊന്നും അല്ല. നിങ്ങൾ കാണുന്ന പോലെ പുള്ളി കാണിക്കുന്ന ചാരിറ്റി ഒക്കെ വെറുതെയാണ്. എനിക്കറിയാം, ഞാൻ പേഴ്സണലി നമ്മൾ ഒരാൾ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. ബാലചേട്ടൻ വീഡിയോ ഇട്ടു, പൈസ എന്തെല്ലാം പറഞ്ഞ ഒരു കാര്യം കൊച്ചു വീഴ്ചയല്ല, അമ്മ വിളിച്ച കാര്യം. നമുക്ക് അവരുമായിട്ട് യാതൊരു കോൺടാക്ട് ഇല്ല. അങ്ങനെ എത്ര കാര്യങ്ങളുണ്ടെന്ന് അറിയോ? അപ്പൊ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് എനിക്ക് തുറന്ന് പറയണമെന്നുണ്ട്. ഇങ്ങനെ ഒരു പോകട്ടെ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുത്. ഇയാൾ പറയുന്ന പച്ച കള്ളത്തരമാണ്. അയാൾ വെറുതെ പറയാൻ അയാൾക്ക് കുറെ PR വർക്കുണ്ട്. ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റാഞ്ഞിട്ട് ഈ പറയുന്ന എലിസബത്ത് എന്ന് പറയുന്ന സ്ത്രീ വീഡിയോ വരെ ഇട്ടിട്ടുണ്ട്. അതായത് ഇൻഡയറക്റ്റ് ആയിട്ട് നാർസിസ്റ്റിക് എന്തൊരു ഡിസോർഡർ. നിങ്ങൾ ആ വീഡിയോ എടുത്ത് യൂട്യൂബിൽ നോക്കുവാണെങ്കിൽ കാണാം. ഇനി അതോ പുള്ളിക്കാരി അത് ഇയാളുടെ ഭീഷണിയുടെ പുറത്ത് ഡിലീറ്റ് ചെയ്യുവാണെങ്കിൽ പോലും എന്റെ കയ്യിൽ അത് ഉണ്ട്, ആ വീഡിയോ ഉണ്ട് നമ്മുടെ കയ്യിൽ. ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ വെറുതെ അല്ല, ഉള്ള കാര്യം. എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞത് സത്യസന്ധമായിട്ടാണ്, സത്യമാണ്. ഇല്ലാത്ത കാര്യം ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഇയാളെ പോലെ ഇത്രയും പൈസ ഇതൊക്കെ ഉള്ള ഒരു മനുഷ്യനെതിരെ ഇങ്ങനെ വന്ന് സംസാരിക്കാനുള്ള ധൈര്യം കാണിക്കുന്നില്ല. നിങ്ങൾ തന്നെ ന്യൂസുകൾ കണ്ടിട്ടുണ്ട്, മറ്റേ തോക്കുമായിട്ടൊക്കെ പോയത്. അതുകൊണ്ട് ഇയാൾക്കെതിരെ ആരും വെറുതെ ഒരു ആരോപണം പറയത്തില്ല. ഇത് ആരോപണമല്ല, ഇതാണ് സത്യം. പുള്ളി പറയുന്ന പോലെ സത്യം ജയിച്ചതാണ്. അതങ്ങനെ കണ്ടാൽ മതി. ഇത് എത്ര പേര് ഇനി ആരെന്തൊക്കെ വന്ന് പറഞ്ഞാലും സത്യം പറഞ്ഞല്ലോ എന്നുള്ള സമാധാനം എനിക്കുണ്ടാവും. കാരണം ഞാനൊരു സ്ത്രീയാണ്. നാളെ ഞാനും ഇതേപോലെ ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോകേണ്ടതായിട്ട് വരുവാണെങ്കിൽ എനിക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി ആരെങ്കിലും വരണമെങ്കിൽ ഈ സിറ്റുവേഷൻ കണ്ട് ഞാനിവിടെ ഇത് പറയണം. ഞാൻ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ ആയതുകൊണ്ടാണ് കൂടുതലും എനിക്ക് ഇവിടെ വന്നിട്ട് ക്ലിയർ ആയിട്ട് ഇങ്ങനെ വ്യക്തി തുറന്ന് ഭയങ്കര കൂടുതലായിട്ടൊന്നും പറയാൻ പറ്റാതെ. മനസ്സിലാകണം. എങ്കിലും പറയേണ്ടതൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഹിന്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടുതലായിട്ട് അറിയേണ്ടവർ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഈ പുള്ളിയെ ഒരിക്കലും വിശ്വസിക്കരുത്. ഹീസ് എ ലയർ, പ്ലീസ്. പിന്നെ ദൈവത്തെ ഓർത്ത് ഞങ്ങൾ ഉപദ്രവിക്കാനായിട്ട് വരണ്ട. ഇനി അഥവാ നിങ്ങൾ വരുവാണെങ്കിൽ എന്റെ ചേച്ചിമാരെ വിട്ടേ. ഞാനല്ലേ ഒന്ന് പറഞ്ഞു, ഞാനുമായിട്ട് മുട്ട്. നിങ്ങൾ എന്നെ എന്താ വെച്ചാൽ ചെയ്തോ, ഞാൻ തയ്യാറായിട്ടായിരിക്കും. ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കും. ചേട്ടാ ഞാൻ വെടിവെച്ചോ, ഞാൻ റെഡി ആയിട്ടാണ് നിൽക്കുന്നത്. ഇതിന്റെ പേര് ഞാൻ വീണ്ടും പറയാം, എലിസബത്ത് എന്ന് പറയുന്ന വ്യക്തിക്കോ അവരുടെ കുടുംബങ്ങൾക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ, അതേപോലെ തന്നെ അമൃത സുരേഷും അവരുടെ ഫാമിലിക്കും എന്തെങ്കിലും ബുദ്ധിമുട്ട് സോഷ്യൽ മീഡിയയിൽ കൂടെയുള്ള ആക്രമണങ്ങൾക്കോ നേരിട്ടായിട്ട് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ വരികയാണെങ്കിൽ അതിന് പിന്നിൽ ബാല എന്ന് പറയുന്ന നടനായിരിക്കും. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ നാളെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഈ പുള്ളിയാണ്. ഇപ്പൊ നാളെ ഞാൻ ജീവിച്ചിരിക്കുമല്ലോ അറിയത്തില്ല. ഇനി നാളെ പുള്ളി മറ്റേ തോപ്പൊക്കെ ആയിട്ട് വന്ന് വെടിവെക്കാൻ കൊല്ലുമെന്ന് അറിയത്തില്ല. ഇനി അഥവാ മരിക്കുവാണെങ്കിലും സന്തോഷത്തോടെ ഞാൻ മരിക്കാൻ തയ്യാറാണ്. സത്യം പറഞ്ഞിട്ടല്ലേ മരിക്കുന്നത്. ഇനിയെങ്കിലും നിങ്ങൾ അറിയും, ആ മനുഷ്യനെ നിങ്ങൾ മനസ്സിലാക്കും. ആ കുഞ്ഞിനെയും ആ കുടുംബത്തെ ദ്രോഹിച്ചത് മതി. ആ കൊച്ചിന് പ്രായമായി വരുമോ? ആ കൊച്ചു എത്ര ദിവസമായി സ്കൂളിൽ പോയിട്ട്? ഇനി ആ കൊച്ചു സ്കൂളിൽ പോയിട്ടില്ല. നിങ്ങൾ ഒറ്റ എടുക്കാൻ കാരണം ഇതാണ് നിങ്ങൾക്ക് കൊച്ചിനോടുള്ള സ്നേഹം. നിങ്ങൾ എന്തുമാത്രം ദ്രോഹിച്ചു? മതി, നിർത്ത്. നിങ്ങൾ ഇത്രയും കാര്യം എന്റെ ചേച്ചിമാരെ മാത്രം ദ്രോഹിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഞങ്ങളുടെ കൊച്ചിനെ തൊട്ട് തുടങ്ങി. മതി, കൊച്ചിനെ തൊട്ടൊന്നും മതി. ഇനി ഞങ്ങൾ വെറുതെ ഇരിക്കത്തില്ല. ഞങ്ങൾ പറയും, സത്യം പറയും, പിന്നെയും പറയും. നിങ്ങൾ വിശ്വസിക്കുന്നവരെ പറയും, പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് ഞാൻ വീണ്ടും പറയാം. ഇനി ഇതിന്റെ പേരിൽ നിങ്ങൾ വലിയ പ്രശ്നം ഇനി അവളെ കൊണ്ട് പറയിപ്പിക്കുക, അതെ ഇതൊന്നും പറയണ്ട. ഇതെന്നെ കൊണ്ട് ആരും പറയത്തില്ല. എന്റെ ഗതിയാണ്. ഇനി ഒരു പെണ്ണിന് ഈ അവസ്ഥ വരാൻ പാടില്ല എന്ന ഒറ്റ ആഗ്രഹമാണ് ഞാൻ പറയുന്നത്. വിശ്വസിക്കുന്നവർ വിശ്വസിക്കും, അല്ലാത്തവർ കുറ്റപ്പെടുത്തും. അപ്പൊ അത്രേ ഉള്ളൂ. വീണ്ടും പറയാം, നാളെ എന്റെ ചേച്ചിമാർക്കോ ഈ പറയുന്ന എലിസബത്ത് ചേച്ചിക്കോ അവരുടെ കുടുംബങ്ങൾക്കോ എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ ബാലയാണ് കാര്യം. ബാല തന്നെയാണ് അതിന്റെ റീസൺ. ഓക്കെ. അപ്പൊ ഞാൻ അതിന് പിന്നെ ഞാൻ സോറി പറയാം. എലിസബത്ത് ചേച്ചി എന്നോട് ക്ഷമിക്കണം, അമൃത ചേച്ചി എന്നോട് ക്ഷമിക്കണം. ഞാൻ നിങ്ങളോടൊന്നും ചോദിച്ചിട്ടോ പറഞ്ഞിട്ടോ അല്ല. എനിക്ക് ഇത് ചെയ്യാതിരിക്കാനും പറ്റുന്നില്ല. ഞാൻ മാക്സിമം ട്രൈ ചെയ്തു. ഞാനൊരു പെണ്ണ. ഞാനും ഇതിനെ ഇത്രയും വലിയ ഞാൻ കുറെ പ്രശ്നങ്ങളൊക്കെ കണ്ടുവന്നാണോ. നമുക്കിത് എടുക്കാൻ പറ്റില്ല. നാളെ നിങ്ങളൊന്ന് ആലോചിച്ചു, നിങ്ങൾ നാളെ വേറൊരു എലിസബത്ത്, നാളെ അമൃത സുരേഷ് ഇവിടെ ഉണ്ടാവാൻ പാടില്ല. ആ ഒറ്റ ആഗ്രഹം കാണാൻ ഞാൻ ഇത് ചെയ്യുന്നത്. ഞാൻ ചെയ്തതിന് നിങ്ങൾ ആരെങ്കിലും പേഴ്സണലി ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. അമൃത ചേച്ചി നിങ്ങളെ ആരെയൊന്നും ഹേർട്ട് ചെയ്യാനോ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകും, നിങ്ങൾക്ക് ഒരു പ്രശ്നമാവാനോ അല്ല ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഇപ്പൊ ഞാൻ ഇത് ഇത്രയും ഒന്ന് പറഞ്ഞ് ഈ കിടന്ന് ക്ഷമാപണം നടത്തിയിട്ടൊന്നും കാര്യമില്ലെന്ന് എനിക്കറിയാം. സോഷ്യലി എല്ലാവരും എഫക്ട് ചെയ്യുന്ന ഒരു വലിയ ഇഷ്യൂ ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഇത് വലിയൊരു ഇഷ്യൂ തന്നെയാണ്. ഈ മനുഷ്യൻ ഇവിടെ ആക്ച്വലി ഇയാൾ ഈ കേരളത്തിൽ നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ പോകണം. നിങ്ങൾ എന്തിനാ കേരളത്തിൽ നിൽക്കുന്നത്? നിങ്ങൾ തമിഴ്നാടല്ലേ, നിങ്ങൾ അവിടെ പോകണം. നിങ്ങൾ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഞങ്ങൾക്ക് ആർക്കും വേണ്ട, നമുക്ക് ആവശ്യമില്ലേ? നിങ്ങൾ എന്തിനാ എല്ലാ തമിഴ്നാടുമാർക്ക് വേറെ അഭിനയിക്കാറുണ്ടല്ലോ. നിങ്ങൾ അങ്ങനെ നിങ്ങൾ നാട്ടിൽ പോകും. നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് ഞങ്ങളെ തിരിഞ്ഞ ദ്രോഹിക്കുന്നേ. ഞങ്ങളുടെ ഇമോഷൻസ് വെച്ച് കളിക്കില്ലേ? ഞാൻ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം എങ്ങനെ മലയാളികളെ ട്രാക്ക് ചെയ്യണമെന്ന്. അതനുസരിച്ചല്ലേ നിങ്ങൾ ചെയ്യുന്നേ. മതി, നിർത്ത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇനി ഇതിന്റെ പുറകിൽ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എന്റെ എല്ലാത്തതും ഉണ്ട്. നേരിട്ട് വരെ ഇതെല്ലാം കാണിക്കാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഇത് ഒന്നല്ല 2 പാർട്ടായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പം എന്താ പറയുന്നത്, ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയിരിക്കുക. അവർക്ക് ജെന്യൂനായിട്ട് അവരുടെ കൂടെ നിന്ന് മനസ്സിലാക്കുന്ന ആൾക്കാരല്ലേ, അവർ പറയുമ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തമാവും കാര്യങ്ങൾ. ബാലാത്ര ക്ലിയർ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ഞാൻ ഈ ഫാമിലിയായിട്ടൊക്കെ സംസാരിച്ചിരുന്നു. സോ അവർ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. സോ ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.